മുഖരിതമാകുന്നു രാജ്യതലസ്ഥാനത്തിന്റെ തെരുവുകൾ. 14 അശോക റോഡിലേക്കുള്ള യാത്രയിലാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിന്റെ വിപ്ലവ നായകൻ കോമ്രേഡ് സീതാറാം യെച്ചൂരി. സീതാറാം യെച്ചൂരിയെ യാത്രയാക്കാൻ നൂറുകണക്കിനാണ് പ്രവർത്തകർ ഈ 14 അശോക റോഡിലേക്കുള്ള പഴയ CPM കേന്ദ്ര കമ്മിറ്റി ഇരുന്ന സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തന മണ്ഡലമായിരുന്ന റോഡിലേക്കുള്ള സീതാറാം യെച്ചൂരിയുടെ അവസാനത്തെ യാത്രയ്ക്ക് അകമ്പടിയെ എത്തുന്നത്. വി സല്യൂട്ട് റെഡ് സല്യൂട്ട് കോമ്രേഡ് എന്ന മുദ്രാവാക്യം മാത്രമേ കേൾക്കാനുള്ളൂ. അമർ രഹേ കോമ്രേഡ് സീതാറാം അമർ രഹേ എന്ന മുദ്രാവാക്യം മാത്രമേ കേൾക്കാനുള്ളൂ. ജിന്ദാ ഹേ, ജീവിച്ചിരിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം മാത്രമേ കേൾക്കാനുള്ളൂ. സീതാറാം യെച്ചൂരിക്ക് രാഷ്ട്രീയ ഇന്ത്യ സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ തലപ്പൊക്കം അർഹിക്കുന്ന രീതിയിലുള്ള വിടവാങ്ങൽ കൊടുക്കുന്ന കാഴ്ച നമ്മൾ രാവിലെ മുതൽ കാണുകയാണ്. രാവിലെ 10 മണിക്ക് KKG ഭവനിൽ വെച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, UP-യിലെയും ബീഹാറിലെയും പഞ്ചാബിലെയും അടക്കം ഉൾനാടൻ ഗ്രാമങ്ങളിലെ പാവങ്ങൾ, സാധുക്കളായ കർഷകരൊക്കെ വന്ന് അദ്ദേഹത്തിന് അന്തിമ ഒരുപിടി പന്നീർ പൂക്കുലിട്ട് മുഷ്ടി ആകാശത്തേക്ക് ചുരുട്ടി റെഡ് സല്യൂട്ട് കോമ്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകളെ നമ്മൾ കണ്ടു. അതിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഈ വിലാപയാത്ര അശോക റോഡിലേക്ക് കടന്നിരിക്കുന്നത്. അല്പസമയം കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എയിംസിലേക്ക്, അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം എയിംസിനെ ഏൽപ്പിക്കുക, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം കുട്ടികൾക്ക് പഠിക്കാൻ എയിംസിനെ ഏൽപ്പിക്കുക, സമ്മതപത്രം കൈമാറുക എന്നൊരു പ്രൊസീജിയർ മാത്രമാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത്. എന്തായാലും ഈ രാജ്യതലസ്ഥാനം ഇത്രയും വർഷങ്ങളിൽ, കുറെ അധികം വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ 32-ാം വയസ്സിൽ CPM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയ സീതാറാം യെച്ചൂരിക്ക് പിന്നെയും 2024 വരെയുള്ള നീണ്ട രാഷ്ട്രീയ വർഷങ്ങളിൽ JNU-വിലെ മിന്നൽ പിണർ പോലുള്ള നേതാവിന്റെ രാഷ്ട്രീയ വളർച്ചയിൽ, അതിനുശേഷം രാജ്യത്തിന്റെ പ്രതിപക്ഷ മുന്നേറ്റങ്ങളിൽ BJP ഇതര സർക്കാരുകൾക്ക്, അല്ലെങ്കിൽ ഹിന്ദുത്വ ഇതര സർക്കാരുകളുടെ ഒക്കെയും ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചു. അതിപ്പോൾ മാത്രമല്ല, VP സിംഗ് ആവട്ടെ, IK ഗുജറാൾ ആവട്ടെ, ദേവഗൌഡ ആവട്ടെ, എല്ലാ സർക്കാരുകളുടെയും പിന്നിൽ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ ദിഷണാശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കൂടിയാലോചനകളൊക്കെ സീതാറാം യെച്ചൂരിയെ മാറ്റി നിർത്തിയ കൂടിയാലോചന അവിടെ ഉണ്ടായിരുന്നില്ല. അത് CPM-ന്റെ നേതാവെന്ന നിലയ്ക്ക് മാത്രമായിരുന്നില്ല. സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു ആശയ തലപ്പൊക്കം, അദ്ദേഹത്തിൻ്റെതായ അറിവിന്റെ ഒരു മഹാഗോപുരം, അദ്ദേഹത്തിൻ്റെതായ ഒരു ആശയ ക്ലിപ്തത, ആശയ ക്ലാരിറ്റിയൊക്കെ ഉള്ള ഒരു സീതാറാം യെച്ചൂരി തന്നെ ഒരു നേതാവാണ്. സീതാറാം യെച്ചൂരി തന്നെ തലപ്പൊക്കമുള്ള ഒരു ആശയ പ്രസ്ഥാനമായി മാറുന്ന ഒരു കാഴ്ച അപൂർവം ചില മനുഷ്യന്മാർക്ക് മാത്രം കിട്ടുന്ന കരിഷ്മ. ആ കരിഷ്മ അവസാനിക്കുന്നു. സീതാറാം യെച്ചൂരി CPM-ന്റെ ചരിത്രത്തിലെ ഇനിയിപ്പോ ഒരു രക്തതാരകം, ഒരു ഓർമ്മകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രക്തനക്ഷത്രമായി മാറുന്നു. എനിക്ക് പിന്നിൽ വരുന്ന ആംബുലൻസിൽ സഖാവ് സീതാറാം യെച്ചൂരിയാണ്. സഖാവ് സീതാറാം യെച്ചൂരിക്ക് കോമ്രേഡ് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. So we salute, red salute, red salute to comrade. We salute, red salute, red salute to comrade. To comrade Sitaram amar rahe. Amar rahe. To comrade Sitaram amar rahe. അതുതന്നെയാണ് മുദ്രാവാക്യം. രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം അതുതന്നെയാണ്. കോമ്രേഡ് സീതാറാം അമർ രഹേ എന്നുള്ള മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ അശോക റോഡിലേക്ക് പോകുന്നു. ബൽറാം നെടുങ്ങാടി ഈ വിലാപയാത്രയുടെ മുന്നിലുണ്ട്. ബൽറാമിലേക്ക് പോകുന്നു. ബൽറാം അശോക റോഡിലേക്ക് കടന്ന് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുന്നു. ഇനിയിപ്പോ എയിംസിന് കൈമാറുക എന്നുള്ള സമ്മതപത്രം കൈമാറൽ എന്നുള്ള സഖാക്കൾക്ക് ഏറ്റവും സങ്കടകരമായ ആ നിമിഷത്തിലേക്ക് കടക്കുകയല്ലേ ഈ വിലാപയാത്ര? ബൽറാം, ഹാഷ്മി, ഈ വിലാപയാത്ര ലക്ഷ്യസ്ഥാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മീറ്ററുകൾ മാത്രമാണ് ഈ വിലാപയാത്ര മുന്നോട്ട് നീങ്ങാനുള്ളത്. ആ ഒരു ചിന്ത, അത് ഈ വിലാപയാത്രയുടെ അടിവെച്ച് നീങ്ങുന്ന സഖാക്കളുടെ ചുവടുകളിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ആ ചുവടുകൾ ദീർഘം കുറഞ്ഞു വരുന്നു, ഏറെ കനം വച്ചിരിക്കുന്നു മനസ്സും, ഒപ്പം തന്നെ മുദ്രാവാക്യം വിളികളും അത് അനുഭവിച്ചറിയാൻ കഴിയും. ഇടറുന്ന തൊണ്ടയോടെ ആ വിലാപ യാത്രയ്ക്കൊപ്പം ചെങ്കൊടികളുമായി മുദ്രാവാക്യങ്ങൾ മുഴക്കി സഖാവിന് അവസാനമായി ലാൽ സലാം മുഴക്കി മുന്നോട്ട് നീങ്ങുകയാണ് വിലാപയാത്ര. ഏറെ ദുഃഖകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഡൽഹിയിലെ ഈ അശോക റോഡിൽ തളം കെട്ടി നിൽക്കുന്നത്. ഇന്ത്യ എന്ന സങ്കല്പം അതിൻ്റെ ഒരു യഥാർത്ഥ ഉദാഹരണം എന്ന നിലയിൽ സ്വയം എടുത്തു കാട്ടിയിട്ടുണ്ട് സീതാറാം യെച്ചൂരി. അദ്ദേഹം അന്ന് പാർലമെന്റിൽ സംസാരിച്ചത് താൻ ജനിച്ചത് തമിഴ്നാട്ടിൽ, പിന്നീട് പഠനം താഴെ ക്ലാസുകളിലുള്ള പഠനം നടന്നത് ആന്ധ്രാപ്രദേശിൽ, പിന്നീട് ഉപരിപഠനം ഡൽഹിയിൽ, രാജ്യസഭയിൽ പ്രതിനിധീകരിച്ചത് പശ്ചിമ ബംഗാളിനെ. ഇത്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല ദേശങ്ങളിൽ, പല ഭാഷകളിൽ
എല്ലാവരുടെയും പ്രതിനിധിയായി താൻ എത്തിയിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഇന്ത്യ. പല ഭിന്നതകൾക്കുള്ളിൽ അത് യോജിച്ച് നിൽക്കുന്ന ആ യോജിപ്പാണ് ഇന്ത്യ എന്ന സങ്കല്പം എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇന്ന് അദ്ദേഹത്തെ കാണാനെത്തിയ ആളുകൾ അത് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു. ജമ്മു കശ്മീരിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒപ്പം തന്നെ തമിഴ്നാടും കേരളവും അടക്കം പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള പല പാർട്ടികളിൽ നിന്നുള്ള പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ അവരുടെ പ്രവർത്തകർ അടക്കം ഏറെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യെച്ചൂരിക്ക്. അവരൊക്കെ തന്നെ സഖാവിനെ ഒരിക്കൽ കൂടി കാണാൻ, അദ്ദേഹത്തിൻ്റെ ചേതനയറ്റ ശരീരം ഒരിക്കൽ കൂടി കാണാനായി ഈ AKG ഭവനിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരുന്നു. ഈ വിലാപയാത്രയിലും ആ ഒരു ദുഃഖം കൃത്യമായി തന്നെ അനുഭവിച്ചറിയാൻ കഴിയും. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഈ 14 അശോക റോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി മീറ്ററുകൾ മാത്രമാണ് വിലാപയാത്ര സഞ്ചരിക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ അവിടെ വെച്ച് മൃതശരീരം എയിംസിന് കൈമാറാനുള്ള ചില നടപടികൾ, അതിനുശേഷം ആംബുലൻസിലായിരിക്കും മൃതദേഹം എയിംസിലേക്ക് കൊണ്ടുപോവുക. വിലാപയാത്ര സമാപിക്കാൻ ഇനി മീറ്ററുകൾ മാത്രമാണ് ഉള്ളത്. ഏറെ വലിയ ഒരു വിടവ് പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളമായാലും പ്രതിപക്ഷ നിരയെ സംബന്ധിച്ചിടത്തോളമായാലും വലിയൊരു വിടവാണ് സീതാറാം യെച്ചൂരി എന്ന വലിയ നേതാവ് അവശേഷിപ്പിച്ചിരിക്കുന്നത്. അത് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും നേരത്തെ തൻ്റെ ഇടപെടലുകൾ അദ്ദേഹം തൻ്റെ ശേഷി എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഹഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ രൂപീകരണം അത് ഇത്രത്തോളം സാധ്യമാക്കിയത് പ്രതിപക്ഷ നിരയ്ക്ക് തലയുയർത്തി നിൽക്കാൻ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യത്തെ മാറ്റാൻ ആ സഖ്യം രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് യെച്ചൂരി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല.